എഴുത്തുകാരൻ വി.ആർ. സുധീഷിന്റെ മാനനഷ്ട കേസിൽ എം.എ. ഷഹനാസ് കോടതിയിലെത്തി കീഴടങ്ങി. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയാണ് കീഴടങ്ങിയത്. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഷഹനാസ് കീഴടങ്ങിയത്. 2023 നടന്ന മീറ്റു വെളിപ്പെടുത്തലിനെ തുടർന്നാണ് വി.ആർ. സുധീഷ് കോടതിയെ സമീപിച്ചത്. 2025 ജൂണിൽ ഷഹനാസിനെതിരെ കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് ഡിസംബർ 26-ന് ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചു. എന്നാൽ പ്രതി പോലീസിന്റെ കൺമുന്നിലുണ്ടായിട്ടും അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാത്ത സാഹചര്യത്തിലാണ് 2026 ഫെബ്രുവരി 5-ന് സിഐക്ക് കോടതി മെമ്മോ നൽകിയത്. കേസുമായി വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകാനാണ് തന്റെ തീരുമാനമെന്ന് തന്റെ സാമൂഹിക ജീവിതത്തിന് ദോഷകരമാകും വിധമാണ് യുവതിയുടെ പരാമർശം. ഇത് പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയണമെന്ന് സുധീഷ് ആവശ്യപ്പെട്ടിരുന്നു. നഷ്ടപരിഹാരമായിട്ട് 25 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുധീഷ് ഷഹനാസിന് വക്കീൽ നോട്ടീസും അയച്ചിരുന്നു. സുധീഷ് ആരോപിതനായത് ഇങ്ങനെയാണ്. ലൈംഗിക അതിക്രമവും മോശം പെരുമാറ്റവുമാണ് വി.ആർ. സുധീഷിനെതിരെ ഷഹനാസ് ആരോപിച്ചത്. പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട ജോലികൾക്കായി സുധീഷ് തന്നെ നിരന്തരം വീട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നുവെന്നും താൻ ഒറ്റയ്ക്ക് വരാൻ അദ്ദേഹം നിർബന്ധിച്ചതായും ഷഹനാസ് ആരോപിച്ചു. ഷഹനാസിന്റെ ചിത്രം അനുവാദമില്ലാതെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. സുധീഷിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തതിനെ തുടർന്ന് ഫോണിലൂടെയും അല്ലാതെയും ഭീഷണിപ്പെടുത്തിയതായും ഷഹനാസ് ആരോപിച്ചു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2022 ജൂണിൽ കോഴിക്കോട് വനിതാ പോലീസ് വി.ആർ. സുധീഷിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, പിന്തുടർന്ന് ശല്യം ചെയ്യൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. പിന്നീട് ഇദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കിട്ടി. തന്റെ വെളിപ്പെടുത്തൽ ഒരു സാധാരണ മീറ്റു അല്ലെന്നും വർഷങ്ങളായി താൻ നേരിട്ട പീഡനത്തോടുള്ള സ്വാഭാവികമായ പ്രതികരണം മാത്രമാണെന്നാണ് ഷഹനാസ് വിശദീകരിച്ചത്. ഇത് തന്റെ മാത്രം പ്രശ്നമല്ലെന്നും സാഹിത്യ പ്രസാധന മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മറ്റു സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു മുൻകരുതലാണെന്നും അവർ പറഞ്ഞു. സുധീഷിനെതിരെ പരാതി നൽകിയതിനു ശേഷം തന്നെയും തന്റെ സ്ഥാപനമായ മാക്ബത്ത് പബ്ലിക്കേഷനെയും തകർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ മോശം പ്രചരണങ്ങൾ നടത്തുന്നുണ്ടെന്നും അവർ ആരോപിച്ചിരുന്നു. ഏകദേശം ഇതേ സമയത്തു തന്നെയാണ് മുതിർന്ന സാഹിത്യകാരൻ സിവിക് ചന്ദ്രനും കവി ജയദേവനും ആരോപണ വിധേയരായത്. സിവിക് ചന്ദ്രൻ അഡ്മിനായ നിലാനടത്തം വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിരുന്ന യുവതിയാണ് അതേ ഗ്രൂപ്പിൽ ലൈംഗിക ആരോപണം ഉന്നയിച്ചത്. ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും ലൈംഗിക ബന്ധത്തിനായി പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചെന്നുമാണ് ആരോപണം. ഇതിന്റെ പേരിലുള്ള കേസ് ഇപ്പോഴും നടക്കുകയാണ്. അതിനിടെ കവി ജയദേവനും സുധീഷും ആരോപിതരായതോടെ സാഹിത്യ മീറ്റു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ ഇതിനെ ആഘോഷിച്ചിരുന്നു.